ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ട്രേഡ്സ്മാൻ എക്സാമിന് ഒരുവിധം എല്ലാ എക്സാമിനും മദർ ബോർഡ് അല്ലെങ്കിൽ ഹാർഡ്വെയർ പാർട്ടിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ട്രേഡ്സ്മാൻ ആണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് മാത്രമല്ല ഹാർഡ്വെയർ പോർഷനിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളതുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മദർ ബോർഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീമോസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? മദർ ബോർഡിലെ സീമോസ് കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും അല്ലേ. മദർ ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു കോയിൻ കണക്ക് അല്ലേ, ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കോയിൻ പോലെ കാണുന്ന അതിനാണ് നമ്മൾ സീമോസ് എന്ന് പറയാം. സീമോസ് പല രീതിയിലും പറയുമായിരിക്കും. സ്പെല്ലിംഗ് എന്ന് പറയുന്നത് CMOS എന്നാണ്. ഓക്കെ, ഈ സീമോസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കാം? കസ്റ്റമറി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കസ്റ്റമറി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. അതൊരിക്കലും ആവാൻ ചാൻസ് ഇല്ല. കോംപ്ലിമെന്ററി മിനറൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. കോംപ്ലിമെന്ററി മിനറൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ അതും അല്ല. കംപ്ലീറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. ഇതിൽ നാലിന്നും നമുക്ക് മനസ്സിലാവും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ആണ് MOSന്റെ ഫുൾ ഫോം എന്ന്. അപ്പം സീൻ്റെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പം കംപ്ലീറ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറും അല്ല. എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് സീമോസിന്റെ ഫുൾ ഫോം. എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. മറന്നു പോവില്ലല്ലോ ഇനി. എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് സീമോസിന്റെ ഫുൾ ഫോം. എന്തിനു വേണ്ടിയിട്ടാണ് സീമോസ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ബയോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ടൈം, ഇതെല്ലാം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീമോസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അഥവാ എന്തെങ്കിലും ഡാറ്റ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീമോസ് ഊരിയിട്ട് ഒന്ന് ഇട്ടാൽ മതി. ഓക്കെ, സീമോസ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ കറണ്ട് ഡേറ്റും ടൈമും എല്ലാം തന്നെ വരുന്നത് ഈ ഒരു സീമോസ് ബാറ്ററിയിൽ നിന്നായിരിക്കാം. ഓക്കെ, നമ്മൾ ചില സിസ്റ്റത്തിൽ എത്ര റെഡിയാക്കിയാലും ടൈം ചിലപ്പോൾ റെഡി ആവില്ല, ഡേറ്റ് ചിലപ്പോൾ റെഡി ആവില്ല. അപ്പോൾ അവിടെ സീമോസ് ബാറ്ററിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം സീമോസ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഇനി മറക്കില്ലല്ലോ. കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് സീമോസ് ബാറ്ററിയുടെ ഫുൾ ഫോം. ഓക്കെ, then next question, boards that are used to connect additional devices to the motherboard. അതായത് മദർ ബോർഡിലേക്ക് നമുക്ക് അഡീഷണൽ ഡിവൈസസ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഓക്കെ, അതായത് ബോർഡ് എന്ന് പറയുന്ന മദർ ബോർഡിലെ അഡീഷണൽ ഡിവൈസ് നമ്മൾ ഏത് പോർട്ടിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് പോർട്ട്, അതായത് അതിന് നമ്മൾ എന്താണ് പറയാ? ബോർഡ് ദാറ്റ് ആർ യൂസ്ഡ് ടു കണക്ട് അഡീഷണൽ ഡിവൈസ് കണക്ട് ചെയ്യുന്ന എന്താണ്? എക്സ്പാൻഷൻ കാർഡ്സിലേക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ലോട്ടിലേക്കാണ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ, നമ്മൾ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ ആഡ് ചെയ്യും, നമുക്ക് എന്താണ് ഗെയിം കാർഡുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഓൾറെഡി റാം ഉണ്ടാവും, റോം ഉണ്ടാവും അല്ലേ. ഇതൊക്കെ നമ്മൾ മദർ ബോർഡിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ ഓരോ ഡിവൈസും, ഒരു മദർ ബോർഡിന്റെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിലുള്ള ഓരോ ഡിവൈസും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പം അതിലുള്ള ഒരു ഒരു പോർട്ട് എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ പോർട്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അഡീഷണൽ കാർഡുകൾ നമ്മൾ ഇൻസ്റ്റേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമ്മുടെ സിസ്റ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ, മദർ ബോർഡിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ സ്ലോട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എക്സ്പാൻഷൻ കാർഡാണ്. ഓക്കെ, അഡീഷണൽ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് ദ മദർ ബോർഡ് ഓഫ് എ PC യൂണിറ്റ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ സെറ്റ് ഓഫ് പാരലൽ ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് ലൈൻസ്. വാട്ട് ആർ ദീസ് ലൈൻ കോൾഡ്? അതായത് മദർ ബോർഡ്, ഒരു PCയിലെ മദർ ബോർഡിൽ നമ്മൾ പാരലൽ ലൈൻസുകൾ ഉണ്ടാവും, പാരലൽ ഇലക്ട്രോ കണ്ടക്റ്റിംഗ് ലൈൻസ് ഉണ്ടാവും. അതായത് ഓരോ ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ആയിക്കോട്ടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിക്കോട്ടെ, ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാരലൽ ലൈൻസ് നമ്മൾ കൊടുക്കും, ഇത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അതിനെന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബസ് എന്നാണ് പറയാം.
ഈ ഒരു പാരലൽ ഇലക്ട്രിക്കൽ കണക്റ്റിംഗ് ലൈൻസിന് നമ്മൾ എന്താണ് പറയാ? ബസ് എന്നാണ് പറയാ. അതായത് ഒരു സിംഗിൾ കണക്ഷൻ ഉണ്ടാവും. ഈ സിംഗിൾ കണക്ഷനിൽ നിന്ന് ഡിഫറെന്റ് ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ലൈനിന് നമ്മൾ എന്താണ് പറയാ? ബസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അത് മറന്നു പോകാൻ പാടില്ല. ഇറ്റ്സ് ബസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് കണക്ട് ദ കമ്പ്യൂട്ടർ ടു ദ നെറ്റ്വർക്ക് മീഡിയ. എന്താണ് ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് മീഡിയ കണക്ട് ചെയ്യാൻ, നെറ്റ്വർക്ക് മീഡിയ എന്ന് പറയുന്നത് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏതാണ്? കേബിൾ ആണോ? കേബിൾ നമുക്ക് നെറ്റ്വർക്ക് മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അല്ല. ഹബ് ആണോ? ഹബ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ NIC എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്ക് കാർഡാണ് അല്ലേ. NIC എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് കാർഡാണ്. നെറ്റ്വർക്ക് മീഡിയ, നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് NIC എന്ന് പറയുന്ന യൂണിറ്റ്. ഓക്കെ, NIC. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നെറ്റ്വർക്ക് മീഡിയ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് NIC എന്ന് പറയുന്ന ടേം. ഓക്കെ, അപ്പോൾ ഇത് മദർ ബോർഡിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ട്രേഡ്സ്മാൻ എക്സാം എന്ന് പറയുന്നത് അപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും, അതായത് കോമ്പറ്റീഷൻ കുറവായിരിക്കും. പക്ഷേ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന, അതായത് നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ITI അല്ലെങ്കിൽ NCA സർട്ടിഫിക്കേഷനുള്ള ആൾക്കാരൊക്കെ ഒരു ജോബിന് വേണ്ടിയിട്ട് പഠിച്ച ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അവരെല്ലാവരും ഓരോരോ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് മാറി ഈ ഒരു ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ കുറച്ച് ടൈം തന്നെ വേണ്ടി വരും. നമ്മൾ എന്താ ചിന്തിക്കുക? ഓക്കെ, അപ്ലൈ ചെയ്തു, ഞാൻ എഴുതണോ, വെറുതെ ഒന്ന് എഴുതിയിട്ടേക്കാം, അങ്ങനെ ചിന്തിക്കാതെ ഇത് എനിക്ക് വേണ്ടി വന്ന എക്സാം ആണ്, ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ കുറിച്ച് അറിയാലോ. ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും റിസൾട്ടിന്റെ സ്ഥാനം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് റാങ്ക് തന്നെയായിരിക്കും. വെറും റാങ്ക് അല്ല, ടോപ്പ് റാങ്ക് തന്നെയായിരിക്കും. അതിനോടുള്ള ഗുണം എന്താണ്? അതായത് എക്സാമിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉറപ്പ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കും ഒരു ജോലി ഉറപ്പാക്കാൻ, ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ജോലി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ട്രേഡ്സ്മാന്റെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഫീച്ചേഴ്സ് നിങ്ങളോട് പറയേണ്ട കാര്യം തന്നെ ഇല്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ് പുതിയ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. റെഗുലർ ആയിട്ട് ആപ്പിൽ ഓരോ മൊഡ്യൂളിനും ഓരോ ടോപ്പിക്കിനും ക്ലാസ്സുകളുണ്ട്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഏത് ടോപ്പിക് എപ്പോൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മോണിറ്ററിങ്ങും മെൻറ്ററിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതോടെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സപ്പോർട്ടും കൂടിയാണ് ലഭിക്കുന്നത് അല്ലേ. അതായത് വെറുതെ പഠിച്ചു പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ചില ആൾക്കാരൊക്കെ ഒരുപാട് ഗ്യാപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പഠിച്ചാൽ എത്തുമോ എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഏറ്റവും അധികം വേണ്ടത് ഒരു സപ്പോർട്ട് തന്നെയാണ്. ആ സപ്പോർട്ട് CC എപ്പോഴും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ ഇനി ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ജോയിൻ ചെയ്യുക. അതുപോലെ സ്റ്റഡി പ്ലാൻ, സിലബസ് ബേസ്ഡ് സ്റ്റഡി പ്ലാനുകൾ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ക്യാപ്സ്യൂൾ പറയാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ അതിനെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം, സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം, അതിലുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് എക്സാമുകൾ ഇതിൻ്റെ മുന്നേയും ട്രേഡ്സ്മാനിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല എക്സാമുകളും ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിട്ട് തരും. അപ്പം നിങ്ങൾക്ക് എന്താണ് എക്സാമുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടും. നമ്മൾ PSC ഒക്കെ ചിലപ്പം എഴുതാത്ത ആൾക്കാർ തന്നെയായിരിക്കും ഈ ഒരു എക്സാമിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ PSCയുമായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു മോഡൽ എക്സാമുകൾ, ഒന്നിലധികം മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ഓരോന്നിനും എത്ര ടൈം എടുക്കണമെന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം പ്ലാനിങ്ങും കൂടെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യത്തിൽ ചെറിയ ചെറിയ പോയിന്റിലാണെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ചോദിക്കാൻ മടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ മടിയില്ലാതെ ചോദിക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമുള്ള സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മോട്ടിവേഷണൽ സെഷൻ, പല ആൾക്കാരും ഡൗൺ ആവാറുണ്ട് അല്ലേ. അതായത് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ അപ്ലൈ ചെയ്തു, ഞാൻ വെറുതെ എഴുതിക്കോളാം, ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു ഡീമോട്ടിവേഷൻ അവിടെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പം നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ അല്ലാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, അപ്പം നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ഓരോന്നും കവർ ചെയ്യാനും വേണ്ടി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 24 hours നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും ആപ്പിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പം ഇനിയും വൈകിക്കരുത്, നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ വൈകിച്ച് കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാസ്കുകളും കൂടി വരും. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയി നമുക്ക് നല്ല രീതിയിൽ ഓരോ പോയിന്റും എടുത്തെടുത്ത് പഠിക്കാവുന്നതാണ്, തറോ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളാം. ബോർഡ് നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 8590202323 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്തോളൂ, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ട്രേഡ്സ്മാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടവരാണെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ കൂടെ ഫോളോ ചെയ്തേക്കുക. കാരണം നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.